ആരാണ് എടുത്തത്, കൃത്യമായിട്ട് ഈ ഫോട്ടോ ആരെടുത്തത്, അതൊന്നും ഓർമ്മിക്കാനുള്ള അവസ്ഥയായിരുന്നില്ല എനിക്ക് അന്ന്. ആ നിൽക്കുന്ന നിൽപ്പിൽ ഏതെങ്കിലും പോലീസുകാരൻ വന്ന് മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. ആരെങ്കിലും ഇപ്പോൾ വരുമോ എന്നെ തോണ്ടാൻ, എന്നെ പിച്ചാൻ, അടുത്തേക്ക് ഈ കമ്പീൻ്റെ അടുത്തേക്ക് വരാൻ പറയുക, നീ അജി ഇങ്ങോട്ട് വാ, അങ്ങോട്ട് അജിത്ത് അങ്ങോട്ട് വാ, അങ്ങോട്ട് വന്നിട്ട് കൊല്ലാനുള്ള ചങ്കൂറ്റൊന്നും അന്നത്തെ ഗവൺമെൻറ്റിന് ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ വയനാട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഒരു കാര്യം വെള്ളിയൂർക്കാവ് ഉത്സവമാണ്, മാനന്തവാടി. ആ ഉത്സവത്തിൽ അടിമക്കച്ചവടം സ്ഥിരമായിട്ട് നടന്നിരുന്നു എല്ലാ വർഷവും. അടിസ്ഥാനപരമായിട്ട് ഇന്നും നമ്മൾ കോളനിവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഭരിക്കുന്നത് ഇന്ന് കോർപ്പറേറ്റ്സാണ്. എന്നെ സ്വയം ഞാൻ പറയുന്നത് ഞാനൊരു മാർക്സിയൻ ഫെമിനിസ്റ്റാണ്. ഇപ്പോൾ സവർണ ഹിന്ദുത്വ ഫാഷിസം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഓപ്പണായിട്ടും നടപ്പിലാക്കും, സെറ്റിലായിട്ടും നടപ്പിലാക്കും. സവർക്കർ ഫോട്ടോ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 10 മടങ്ങ് അടിയന്തരാവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. കേരളത്തിൽ പുരോഗമനപരമായ ഇടമാണെങ്കിൽ എന്ന് പറയപ്പെടുമ്പോഴും പെട്രിയാർക്കി വളരെ സ്ട്രോങ് ആണ്. എല്ലാ പാർട്ടികളുടെ നേതൃത്വം നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇവിടെ സ്വതന്ത്രയാവുന്നതിനേക്കാൾ പ്രശ്നം എന്താ പറയുക, സ്ത്രീകളുടെ നിലനിൽപ്പാ. ഈ കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഓണർ ഉണ്ട്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ലോകത്തോട്, എനിക്കൊരു ഓണർ ഉണ്ട്.